ഹലോ ഓൾ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വളരെ ഹാർദമായ സ്വാഗതം. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് വേറൊന്നും കൊണ്ടല്ല, ഈ പ്രശ്നം കൊണ്ടാണ്. കുറേ ദിവസമായിട്ട് ഭയങ്കരമായ ജലദോഷം, കഫക്കെട്ട് അങ്ങനെയുള്ള കാരണങ്ങളാൽ ശബ്ദത്തിൻ്റെ എന്താ പറയുക, ശബ്ദം തീരെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ സംസാരിക്കാനാവാത്ത കണ്ടീഷനാണ്. അതുകൊണ്ടായിരുന്നു കുറേ കാലമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ. ഒരുപാട് കാര്യങ്ങളിൽ അഭിപ്രായം അറിയിക്കണമെന്നൊക്കെ എനിക്കുണ്ടായിരുന്നു, പക്ഷേ സാധിച്ചില്ല. ബട്ട് എനിവേസ്, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ പ്രമുഖനായ ഒരു വ്യക്തിയുടെ, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ചില പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ന്യൂസ് ചാനലൊക്കെ കാണുന്നുണ്ടാവും. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് ചെയ്തു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരൊക്കെ വന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ വരുന്നുണ്ടോ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവുകൾ വരുന്നുണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കോൺഗ്രസ്സുകാരനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയത് അത് കോൺഗ്രസ്സിന്. എൻ്റെ അച്ഛനൊരു കോൺഗ്രസ്സുകാരനായിരുന്നു, അടിയുറച്ച കോൺഗ്രസ്സുകാരനായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ കോൺഗ്രസ് ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച് പിന്നെ സമൂഹത്തിൻ്റെ ഒക്കെ നല്ലത് കാര്യങ്ങൾക്കൊക്കെ വാദിച്ചതിൻ്റെ പേരിൽ എൻ്റെ അച്ഛനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ വരെ അങ്ങനെ ഇരിക്കെ ആണ് നമ്മുടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവർ സംസാരിക്കുമ്പോൾ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ കണ്ടിരുന്നത്, ഇയാൾ ഉയർന്നു വരുന്ന ഒരു സമയത്തൊക്കെ ഇയാളെ കണ്ടിരുന്നത് യൂത്ത് കോൺഗ്രസ് കൂടിയൊക്കെ ഞാൻ കണ്ടിരുന്ന ഒരു കോൺഗ്രസിന്റെ ഭാവി ഒക്കെ ഈ പറയുന്ന ഷാഫി പറമ്പിൽ, രാഹുൽ ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ കൈകളിലായിരിക്കും. അല്ലെങ്കിൽ ഇവർ ഈ കോൺഗ്രസിന്റെ ആ പഴയ ആ ഒരു പ്രതാപകാലത്തേക്ക്, ആ കോൺഗ്രസ് എന്നാൽ എന്ത്, ആ ഒരു ചെറിയൊരു മറ്റുള്ള പാർട്ടികളെ ഒരു തീപ്പൊരി വേണ്ടേ, അങ്ങനെയുള്ള ആൾക്കാരായിട്ടായിരുന്നു നമ്മൾ. ഞാൻ മാത്രമല്ല, കേരളത്തിലെ മാക്സിമം ആൾക്കാരും അങ്ങനെ തന്നെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക എന്നതിൽ ഒരു സംശയമില്ല. പ്രത്യേകിച്ച് രാഹുലിന്റെ കാര്യം പറയുമ്പോൾ, രാഹുൽ എല്ലാ കാര്യത്തിലും മുന്നിട്ടിറങ്ങുന്നു, വളരെ ആക്റ്റീവാണ്. പിന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ചെയ്ത് അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ആൾക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നു, MLA ആവുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഒരു പക്ഷേ ഈ ഒരു സംഭവങ്ങൾ, ഈ ഒരു എല്ലാ കാര്യത്തിലും മുന്നിട്ടിറങ്ങുന്ന പോലെ പല കാര്യങ്ങളും അദ്ദേഹം മുന്നിട്ട് പോയി എന്ന് വേണം കരുതാൻ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ നമ്മുടെ ഈ നടി റിനി ആരോപണം ഉന്നയിച്ചപ്പോഴാണ് ഇത് ഒരു മാധ്യമ ശ്രദ്ധ ഇതിലേക്ക്, എല്ലാ മാധ്യമങ്ങളും ഇതിനെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അതിനു മുന്നേ തന്നെ രാഹുലിനെതിരെ പല ആരോപണങ്ങൾ ഇതിന് മുന്നേ ഒക്കെ ഉണ്ടായിട്ടുണ്ട്, അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട്. അതൊന്നും ആരും ശ്രദ്ധിച്ചിരുന്നില്ല. കോൺഗ്രസ്സുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് രാഹുലിനെതിരെ, അല്ലെങ്കിൽ രാഹുൽ തന്നെ പറഞ്ഞത് പിന്നെ അത് ഇങ്ങനെ എന്നെ പിടിച്ച് താഴെ ഇറക്കാൻ വേണ്ടി ചില ഗൂഢാലോചനകൾ. അപ്പൊ അതിനൊന്നും കൂടുതൽ തെളിവുകളും കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് എങ്ങനെയൊക്കെ അതൊക്കെ ഒതുങ്ങിപ്പോയി. എന്നാൽ ഈ തവണ രാഹുലിന് ആകെ അടി പിഴച്ചിരിക്കുകയാണ്, അടി തെറ്റിയിരിക്കുകയാണ്. റിനിയുടെ ആരോപണം വന്നതോടുകൂടി റിനി കുറച്ചൊന്ന് ഡിഫൻസ് മോഡിലേക്ക് പോയെങ്കിലും ഒന്ന് പതറിപ്പോയിട്ടുണ്ട്. പറഞ്ഞതിന്റെ പിറ്റേ ദിവസം പത്രസമ്മേളനത്തിൽ റിനി ലേശം ഒരു പേടിയോടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് സംസാരിക്കുമ്പോൾ. ഒരു പക്ഷേ റിനിക്ക് ഒരു കോൾ വന്നിരിക്കാം, റിനി ആരെങ്കിലും സംസാരിച്ചിരിക്കാം, ചെറുതായിട്ടൊരു പേടി വന്നിരിക്കാം. മനുഷ്യനല്ലേ, പേടിച്ചുടയുകയല്ല. അപ്പോൾ ഈ രാഹുലിനെ പറ്റി പറയുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊരു ഭാവിയുടെ വാഗ്ദാനമൊക്കെ ആയിട്ട്, കോൺഗ്രസ് പാർട്ടിക്ക് ഭാവിയുടെ വാഗ്ദാനമൊക്കെ ആയിട്ട് മറ്റുള്ള പാർട്ടി പ്രവർത്തകരോടും പാർട്ടിക്കാരോടൊക്കെ വാക്കുകൊണ്ടും വാക്ചാതുര്യം കൊണ്ടും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു നേതാവായി കണ്ടിരുന്ന രാഹുൽ ഈ ഒരു അവസ്ഥയിലേക്ക് അധപ്പതിച്ചത് വളരെയധികം സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കോൺഗ്രസ് പാർട്ടിയെ പറ്റി പറയുമ്പോൾ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി, ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിന്റെ 2ാം ഊഴമാണ്, ഇനിയിപ്പോൾ 3ാമത്തെ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കോൺഗ്രസ് പാർട്ടി വളരെ ദയനീയമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് വേണം കരുതാൻ. കാരണം 5 വർഷം കഴിയുമ്പോൾ 5 വർഷം അങ്ങനെയുള്ള ഭരണത്തിലുള്ള മാറ്റം വന്നിരുന്ന ഒരു സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് LDF സർക്കാരിന് ഒരു ഭരണ തുടർച്ച കിട്ടിയത്. അത് വളരെയധികം ചിന്തനീയമാണ്. ഇപ്പോൾ കേന്ദ്രത്തിലായി കഴിഞ്ഞാലും കോൺഗ്രസിനടി തെറ്റിയിരിക്കുകയാണ്, വളരെയധികം താഴോട്ട് പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ കേരളത്തിലായാലും. അപ്പോൾ ഞാൻ പറയുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ ഗാന്ധിയൻ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസിനെ, അങ്ങനെയാണ് എല്ലാവരും നമ്മൾ കോൺഗ്രസിനെ കാണുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് കോൺഗ്രസിനെ കാണുമ്പോൾ രാഹുലിനെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങൾ വളരെയധികം ആശങ്കാജനകവും അപ്പോൾ അത്ഭുതാവഹമൊക്കെയാണ്. കാരണം ഇതുപോലത്തെ ഒരു നേതാവിനെതിരെ ഇങ്ങനെ ഒരു വ്യക്തി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ
ഒരിക്കലും ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു, ഒരിക്കലും ഞാൻ എൻ്റെ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല രാഹുൽ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഇതിന് മുന്നൊരു സംഭവം വന്നപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുമായിട്ട് ഇങ്ങനെ ഒരു സംഭവം, ഞാനൊരു 50-50 മൈൻഡിലായിരുന്നു. അത് കേട്ട സമയത്തും പല കാര്യങ്ങൾ കേട്ട സമയത്ത്, നമുക്ക് ചില വീഡിയോസൊക്കെ കണ്ട സമയത്ത് നമുക്ക് അതിനകത്ത് നമ്മുടെ ഈ ബോഡി ലാംഗ്വേജ് ഒന്നും അവരൊക്കെ ആയിട്ടുള്ള ഈ ആരോപണ വിധേയം പറഞ്ഞ ആളും ആൾക്കായിട്ട് ആരോപണ ബോഡി ലാംഗ്വേജ് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവല്ലോ. ഓക്കെ, അങ്ങനെയുള്ള ചില സംശയങ്ങൾ എനിക്കുണ്ടായിരുന്നു. പക്ഷേ രാഹുലിനെ പറ്റി പറയുകയാണെങ്കിൽ രാഹുൽ അയച്ച മെസ്സേജുകൾ, ചാറ്റുകൾ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരു പക്ഷേ പല ആണുങ്ങളും ചെയ്യുന്നുണ്ട്, പല സ്ത്രീകൾക്കും മെസ്സേജ് അയക്കുന്നുണ്ടാവും. ദേ വിൽ ജസ്റ്റ് ട്രൈ. ഓക്കെ, അങ്ങനെയാണല്ലോ, എല്ലാവരും ചെയ്യും ഇത്. ഓക്കെ, ഇന്നത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. പിന്നെ സ്റ്റോക്ക് ചെയ്യും, അതുപോലെ തന്നെ മെസ്സേജ് ഹായ് ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ച് ചുമ്മാ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കും. അതൊക്കെ ഓക്കെ, അത് കോൺവെർസേഷൻ സ്റ്റാർട്ട് ആയതിനു ശേഷം പല കാര്യങ്ങളിലേക്ക് അത് പോകും. പക്ഷെ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാലും ഓക്കെ, അതൊക്കെ എല്ലാം ഓക്കെയാണ്. പക്ഷെ അതിനുശേഷമുള്ള കാര്യം, അതായത് പറ്റിക്കുക അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെയധികം സങ്കടമുള്ള ഒരു കാര്യമാണ്. അത് ആര് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാണ് ഒരു 100 പെൺകുട്ടികളുമായി സംസാരിച്ചോട്ടെ, ഫ്ലേർട്ട് ചെയ്തോട്ടെ, പിന്നെ എന്താ പറയുക, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടോട്ടെ, 100 അതിനും മേലെ. പക്ഷെ ഒരിക്കലും ആ 100 പെൺകുട്ടികൾ ആയിട്ടുള്ള ആ ബന്ധത്തിൽ ആ 100 പെൺകുട്ടികളെയും പറ്റിക്കുന്ന അല്ലെങ്കിൽ ഒരാളെ ചതിക്കുന്ന രീതിയിൽ, അതിപ്പോൾ ഒരാളായിക്കോട്ടെ, 100 പെൺകുട്ടി 99 ഒക്കെ ഒരാളെങ്കിലും ചതിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് വളരെ വലിയ കുറ്റം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ മനസ്സിനെ ഏൽപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ, ആ ഒരു സ്ത്രീയുടെ എന്താ പറയാ, ഭാവി, അല്ലെങ്കിൽ മാനസികമായി മാത്രമല്ല പല രീതിയിലും ആ കുട്ടി അല്ലെങ്കിൽ ആ ഒരു വ്യക്തി തകർന്ന് തരിപ്പണായി പോകും ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിലുപരി ഒരു MLA കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. യൂത്ത് കോൺഗ്രസിന്റെ വളരെ ശക്തമായ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം രാഹുലിനറിയാം, രാഹുൽ ഒരു MLA ആണ്, രാഹുൽ ഒരു രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ്, ഒരുപാട് ഭാവിയുണ്ട് എന്നൊക്കെ അറിയാം. പക്ഷെ എന്തുകൊണ്ട് രാഹുൽ ഈ തരത്തിൽ പെൺകുട്ടികളോട് സംസാരിച്ചു? രാഹുൽ വിചാരിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ ഇത് ആരെങ്കിലും ഭാവിയിൽ പുറത്തു കൊണ്ടുവരാം, ആരെങ്കിലും എനിക്കെതിരെ ആരോപണം ഉന്നയിക്കാം, ഇതിലൊന്നും ഒരു പേടിയില്ല എന്നുള്ള കണ്ടീഷനാണ്. ആ ഒരു കാര്യമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചിന്തിക്കപ്പെടേണ്ട ഒരു വസ്തുതയായിട്ട് എനിക്ക് കാണാനുള്ളത്. ആ പേടിയില്ലായ്മ, ഇവിടുത്തെ വ്യവസ്ഥിതിയെ പേടിയില്ലായ്മ. കാര്യത്തിൽ ആൾക്കാരുടെ മുന്നിൽ ഞാൻ നിയമത്തിൽ ഒരു പോരാടും, അന്ന് പത്രസമ്മേളനം നടത്തിയ സമയത്ത് പറഞ്ഞല്ലോ, എൻ്റെ പിണറായി സർക്കാരിനെതിരെ പോരാടേണ്ട ഒരു സമയമാണിത്, അതിന് എൻ്റെ എൻ്റെ പ്രവർത്തകർ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി പോരാടട്ടെ, എൻ്റെ ഈ പ്രശ്നം ഞാൻ ഒറ്റയ്ക്ക് പോരാടും, അങ്ങനെ ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിക്കുമെന്നൊക്കെയാണ്. പക്ഷേ അതിൽ തന്നെ ഒരു കാര്യം ആലോചിച്ചു, രാഹുൽ നിങ്ങൾ ഈ ചെയ്ത് വെച്ച കാര്യങ്ങൾ കൊണ്ട് ഇത്രയും കാലം കോൺഗ്രസിന്റെ പല പ്രവർത്തകരും കഷ്ടപ്പെട്ട് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച് ഉണ്ടാക്കിയെടുത്ത കുറെ കാര്യങ്ങൾ ഇതിലൂടെ പാഴായി പോയില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അതുകൂടാതെ തന്നെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കലും ഇത് പുറത്തു വരില്ല, ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. അതുപോലെ തന്നെ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തുക, അതായത് എന്നാ പോയി പറയൂ. കുറെ ആൾക്കാർ പറയുന്നു കേട്ടു, മറ്റേ ആ ഒരു ചാറ്റ്, ഒരു ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ടല്ലോ, ഞാൻ ആ പിതൃത്വം ഏറ്റെടുക്കാം എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു, അങ്ങനെ പറഞ്ഞില്ലേ രാഹുൽ, അങ്ങനെ പറഞ്ഞില്ലേ? എനിക്ക് പറയാനുള്ളത്, നമ്മൾ പറയില്ല എന്നാ പിന്നെ ഞാൻ അങ്ങ് ഏറ്റെടുക്കാം, ആ രീതിയിലാണ് രാഹുൽ സംസാരിച്ചിരിക്കുന്നത്. അതാണ് അതിന്റെ വസ്തുത. ഓക്കെ, അല്ലാണ്ട് അദ്ദേഹം ഈ വ്യക്തി ഏറ്റെടുക്കുന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഇതിനു മുന്നേ ഒരു പത്രപ്രവർത്തകയായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് തേഞ്ഞു മാഞ്ഞു പോയി. അതൊക്കെ നമുക്കറിയാം. ഇപ്പൊ അതിനകത്തൊക്കെ സത്യമുണ്ട് എന്നാണ്, പൂർണ്ണമായ സത്യമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വസ്തുത. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഒരു വ്യക്തി മാത്രമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന് ഒരുപാട് സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളിൽ നൽകിയിട്ടുണ്ടാവും. എന്നാൽ രാഹുലിന് ഈ പ്രസ്ഥാനത്തിലേക്ക് വരാനും ഇതിൽ പ്രവർത്തിക്കാനും ഉണ്ടായ പ്രചോദനമൊക്കെ, അല്ലെങ്കിൽ ആ കോൺഗ്രസ് പാർട്ടിയിൽ ആകൃഷ്ടനാകാനുള്ള കാരണങ്ങളൊക്കെ പണ്ട് മുതൽക്കേ ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കി കൊണ്ടുവന്ന കാര്യങ്ങളാണ്. ഇപ്പൊ രാഹുൽ പറഞ്ഞ സ്ഥിതിക്ക് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, രാഹുൽ അന്ന് പത്രസമ്മേളനം നടത്തി, ആര് രാജിവെച്ചു, എപ്പോൾ രാജിവെച്ചു, ആരെങ്കിലും നിങ്ങളോട് രാജിവെച്ചതായി പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചു അവസാനം പത്രസമ്മേളനം തീർന്നു ഞാൻ പറയുന്നു ഞാൻ രാജിവെച്ചു എന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പത്രക്കാരോട് പറയേണ്ടത്, അതായത് ഞാനാണ് പറയുന്നത്, അതായത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആരും എന്നോട് രാജി ആവശ്യപ്പെട്ടിട്ടില്ല, ആ രീതിയിൽ സംസാരിച്ചു. അത് തികച്ചും വൃത്തികേടാണ്. കാരണം രാഹുൽ എന്നൊരു വ്യക്തി കോൺഗ്രസിന്റെ നേതൃത്വം അറിയാതെ, എന്നാൾ ചാനൽ ചർച്ചയിൽ ജിൻഡോ ജോൺ പേര് പറഞ്ഞു, അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകൻ പറയുകയുണ്ടായി, അതായത്
രാഹുൽ പറഞ്ഞപ്പോഴല്ല രാജി, അതായത് നേതൃത്വം തന്നെയാണ് ആവശ്യപ്പെട്ടത് രാജിക്ക്. അപ്പൊ രാഹുൽ എന്തുകൊണ്ടാണ് നേതൃത്വത്തിനെ മറികടന്നുകൊണ്ട് നേതൃത്വം എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല, അതാ ഞാനാണ് രാജിവെക്കുന്നത് പറഞ്ഞ്, അത് വളരെ മോശമായി പോയി. കാരണം അതൊരു ഒരു 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 പാർട്ടിയോട് അനുഭാവമുള്ള, അല്ലെങ്കിൽ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന, പാർട്ടിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ ചെയ്യേണ്ട കാര്യമായിരുന്നില്ല അത്. പാർട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി പറയണം, നേതൃത്വം എന്നോട് രാജി ആവശ്യപ്പെട്ടു, ഇന്നത്തെ പ്രശ്നങ്ങളുടെ നിഴലിൽ ഞാൻ രാജിവെക്കുന്നു. അതാണ് ആണത്തം. അത് ചെയ്യാതെ സ്വന്തം ഞാനെന്തോ ഒരു വലിയ സംഭവമാണ് എന്ന് വരുത്തി കാണിച്ചുകൊണ്ട് ഞാനാണ് പറയുന്നത്, ഞാൻ രാജിവെച്ചു. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം മറ്റേ അൻവറിനെ പോയി കണ്ട സംഭവമൊക്കെ, അതൊക്കെ വളരെ മോശപ്പെട്ടല്ലേ. പാർട്ടിയെ മറികടന്നുകൊണ്ട് ഒരു വ്യക്തി പോവുക എന്ന് പറയുമ്പോൾ അതൊരു കുറച്ച് അഹങ്കാരത്തിന്റെയും അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസിന്റെ ഒക്കെ സൂചനയായിട്ടാണ് കാണുന്നത്. ആ ഓവർ കോൺഫിഡൻസ് ആണ് രാഹുലിനെ ഇവിടം വരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കറിയാം, അതായത് ഹൂ കെയേഴ്സ് എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഹൂ കെയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, കോൺഗ്രസ് കെയർഡ്. അതുപോലെ തന്നെ ഇവിടെയുള്ള സാധാരണ ജനങ്ങൾ, നിങ്ങളെ വോട്ട് ചെയ്ത് MLA ആക്കിയ ജനങ്ങൾ, അവർക്കൊക്കെ കെയർ ഉണ്ട്. നിങ്ങൾ ഹൂ കെയർസ് എന്നല്ല, ദീസ് ഓൾ പീപ്പിൾ കെയർ. ഓക്കെ, അപ്പൊ അങ്ങനെ വേണം രാഹുൽ ചിന്തിക്കാൻ. അപ്പൊ ആ ഒരു രീതിയിൽ ഞാനൊരു MLA ആണ്, ഈ ഒരു പണ്ട് സംഭവിച്ച ആൾക്കാർക്കൊക്കെ എന്ത് സംഭവിച്ചു, അയാൾ പീഡന കേസിൽ പിടിച്ചിട്ട് അയാൾക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ ചോദിക്കുന്നത് വളരെ ബാലിശമായിട്ടുള്ള ഓരോ ചോദ്യം, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ചോദിക്കേണ്ട ചോദ്യമല്ല. കാരണം അത് അഹങ്കാരത്തിൽ നിന്നും, അതുപോലെ തന്നെ ഞാൻ എന്ത് വൃത്തികേട് ഇവിടെ ചെയ്തു കഴിഞ്ഞാലും എന്നോടാരും ചോദിക്കാനില്ല, ഞാനൊരിക്കലും എൻ്റെ രാഷ്ട്രീയ ഭാവി പോവില്ല, ഞാനൊരിക്കലും ജയിലിൽ പോവില്ല, എനിക്കൊരിക്കലും ഒരു തട്ടുകേട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു MLA അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാവിയിൽ നമ്മുടെ സമൂഹത്തിന് ഉണ്ടാകാൻ പോകുന്ന വളരെ വലിയ തകർച്ചയുടെ, അല്ലെങ്കിൽ നമുക്ക് കഷ്ടപ്പാടായിരിക്കും ഫലം. ഓക്കെ, ഇങ്ങനെയുള്ള ആൾക്കാർ ഏതെങ്കിലും ഉന്നത സ്ഥാനങ്ങളിൽ എത്തി മന്ത്രിയാവുക അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകുക, ഓക്കെ, അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കായിരിക്കും ബുദ്ധിമുട്ട്. കാരണം നമ്മുടെ ടാക്സ് മണി, അതുപോലെ തന്നെ നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം ഇവർ കൊണ്ടുപോകും ഒരു ഇതുമില്ലാതെ. അതൊക്കെയാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു രാഷ്ട്രീയ പ്രതിനിധി ഇത്തരത്തിൽ സംസാരിക്കാൻ പാടില്ല. ഇനി നമുക്ക് ഇന്നത്തെ ഈ കാര്യത്തിലേക്ക് വരാം. രമേശ് ചെന്നിത്തലക്ക് ഇത് വന്ന ഉടനെ തന്നെ വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്ത ഒരു വ്യക്തിയാണ്. കോൺഗ്രസ് പാർട്ടിയിൽ ഇന്നും ഞാൻ ഇഷ്ടപ്പെടുന്ന ചില നേതാക്കന്മാരിൽ ഒരാളാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. ഇതപ്പോൾ ഇന്ന് രാവിലെയും, അപ്പോൾ കോൺഗ്രസിന്റെ യോഗം കഴിഞ്ഞ് ഇന്ന് രാവിലെയും രമേശ് ചെന്നിത്തലയും VD സതീശനും K മുരളീധരനും വളരെ ശക്തമായ സ്റ്റാൻഡാണ് എടുത്തത്. അതായത് കോൺഗ്രസിന്റെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, അതായത് എന്താ പറയുക, അങ്ങനെ ആടെ എവിടെയും തൊടാണ്ട് പറയുന്നത്. പക്ഷെ അതല്ല, അവർ വളരെ സ്റ്റാൻഡായിട്ട് പറഞ്ഞു, വളരെ സ്റ്റേൺ ആയിട്ട് പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം, MLA സ്ഥാനവും രാജിവെക്കണം, അതാണ് പാർട്ടിയുടെ ആവശ്യം എന്നുള്ള രീതിയിൽ. ഇത്രയും മുതിർന്ന നേതാക്കന്മാരാണ്, മറ്റുള്ള ആൾക്കാർ എതിർക്കുന്ന ആൾക്കാരുണ്ട്, അല്ല രാഹുൽ രാജിവെക്കണ്ട. പക്ഷെ അതല്ല ശരി. VD സതീശനും രമേശ് ചെന്നിത്തലയും പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചേ തീരൂ. കാരണം അത് ഒരു പാർട്ടി ജനങ്ങൾക്ക്, അതായത് കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്ന ഒരു എക്സാമ്പിളാണ്. തെറ്റുകാർ ശിക്ഷിക്കപ്പെടണം, അത് പാർട്ടിയിൽ നിന്ന് തുടങ്ങണം, അതിനുശേഷം നിയമം വരും, പിന്നെ പോലീസ് വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. ആദ്യം തുടങ്ങേണ്ട ആ സംഘടനാപരമായിട്ട്. ഇപ്പോൾ ഞങ്ങൾ അന്വേഷണം നടത്തിയിട്ട് എന്നിട്ട് വേണം MLA സ്ഥാനം, അതൊന്നും ശരിയല്ല. ഒരുപാട് ആരോപണങ്ങൾ വന്നു, ഒന്നോ രണ്ടോ ആൾക്കാരല്ല, ഇതൊന്ന് പൊന്തി വന്നപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ ഇയാൾക്കെതിരെ ആരോപണമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിത്വം തെളിയിക്കുകയാണെങ്കിൽ തെളിയിക്കട്ടെ, അതെനിക്കൊന്നും പറയാനില്ല. പക്ഷെ ആരെയും പീഡിപ്പിച്ചിട്ടൊന്നുമില്ല എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് രാഹുലിന്. ഈ ഒരു വിവാഹ വാഗ്ദാനം നൽകി പിന്നെ പറ്റിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ, എല്ലാവരും ശിക്ഷിക്കപ്പെടുന്നൊന്നുമില്ല. നിങ്ങൾക്കറിയാം ആരൊക്കെ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുപക്ഷെ നിരപരാധിത്വം നൽകാം. പക്ഷെ എങ്കിലും ഞാൻ പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത പല കാര്യങ്ങളും ഒരു ജനപ്രതിനിധി ചെയ്യാൻ പാടില്ലാത്തതാണ്. ആ ഒരു പദവിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്. അത് ക്ലിയർ ചെയ്തുകൊണ്ട് നല്ലൊരു മനുഷ്യനെ വരുന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് അംഗീകരിക്കാവുന്നതാണ്. ഓക്കെ, അത്ര എനിക്ക് പറയാനുള്ളൂ അക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാവിയെ പറ്റി. ഇപ്പൊ കോൺഗ്രസിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രമേശ് ചെന്നിത്തല, VD സതീശൻ അവരെടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ വളരെ ശക്തമാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള തീരുമാനങ്ങളാണ് കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ജനങ്ങളിൽ ഒരു വിശ്വാസം ഉണ്ട്, അതായത് കോൺഗ്രസ് നേതാക്കന്മാർ വളരെ ശക്തരാണ്, പലർക്കും അടിമപ്പെടാതെ സ്വന്തം തീരുമാനങ്ങൾ, അല്ലെങ്കിൽ നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് എന്നൊക്കെ പിന്നെ ജനങ്ങൾക്ക് ഒരു ആവേശം ഉണ്ടാവും. ഇത് പാർട്ടി പ്രവർത്തകരിലും അത് പാർട്ടിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലും ജനങ്ങളിലും വോട്ട് ചെയ്യുന്ന ആൾക്കാരിലും ആത്മവിശ്വാസം വരുന്ന ഒരു നടപടി തന്നെയാണ് ഇപ്പോൾ ഈ മുതിർന്ന നേതാക്കന്മാർ കൈക്കൊണ്ടത് എന്ന് വേണം കരുതാൻ. ഇനിയിപ്പോൾ അടുത്ത ടേമിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന എൻ്റെ ആഗ്രഹം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവണമെന്നാണ്. വളരെ മികച്ചൊരു വ്യക്തിയായിട്ടാണ് ഞാൻ രമേശ് ചെന്നിത്തലയെ കാണുന്നത്. അതുകൊണ്ട് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ പലരും പറഞ്ഞു കേട്ടു എന്ത് ഉമ്മൻചാണ്ടിക്കെതിരെ പണ്ട് ആരോപണം ഉണ്ടായിട്ടില്ലേ, അന്ന് ഉമ്മൻചാണ്ടി രാജിവെച്ചിരുന്നു എന്നുള്ളത്. പക്ഷേ ഉമ്മൻചാണ്ടിക്കെതിരെ ഉണ്ടായ ആരോപണം വളരെ
ഡിഫറെൻ്റ് ആണ്. അതായത് സരിത എന്ന് പറയുന്ന വളരെയധികം പിന്നെ കുപ്രസിദ്ധി ആർജിച്ച ഒരു സ്ത്രീ, ഈ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സരിത എങ്ങനെയായിരുന്നു എങ്ങനെയാണൊക്കെ. അപ്പോൾ ആർജിച്ചൊരു സ്ത്രീ ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം, ഉമ്മൻചാണ്ടി ഓക്കെ എനിക്കെതിരെ ആരോപണം വന്നു ഞാൻ രാജിവെക്കുന്നു, അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഉമ്മൻചാണ്ടിന്റെ കേസ് വേറെ, ഇത് വേറെ. ഓക്കെ, അങ്ങനെ വേണം കരുത്. ഉമ്മൻചാണ്ടിന്റെ കേസ് എക്സാക്ട്ലി ഡിഫറെന്റ് ആണ്. ഉമ്മൻചാണ്ടി സരിതേനെ വിളിച്ചിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടില്ല. ഉമ്മൻചാണ്ടിയെ പോലൊരു വ്യക്തി അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് ഈ ലോകത്തുള്ള എല്ലാ കുഞ്ഞിനും അറിയാം. ഓക്കെ, വേറെ കാര്യങ്ങളെ പറ്റി അതിൻ്റെ അത് സംസാരിക്കേണ്ട ആവശ്യം പോലും. കാരണം ആരോപണം ഉന്നയിച്ച് കാര്യം പറഞ്ഞ വ്യക്തി ആരാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ഇതിന്റെ അകത്ത് അങ്ങനെ ഒരു കമ്പാരിസൺ പോകേണ്ട ആവശ്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ കിടക്കുന്നു, ഉമ്മൻചാണ്ടി എവിടെ കിടക്കുന്നു. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപാട് ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന് ഉത്തരം പറയേണ്ട ബാധ്യത രാഹുലിനുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ രാഹുൽ ഒരു കാരണവശാലും MLA തുടരാൻ യോഗ്യനല്ല. അതിന് എന്തൊക്കെ കാരണം പറഞ്ഞാലും ഇപ്പോൾ LDFന്റെ നേതാക്കന്മാരിൽ പലർക്കെതിരെയും ആരോപണങ്ങളിലെ MLA സ്ഥാനം രാജിവെക്കേണ്ട MV ഗോവിന്ദൻ എന്നല്ല പറഞ്ഞല്ലോ. അതായത് മുകേഷിനെതിരെ തെളിവില്ല, കോടതി സംസാരിക്കുക, അതിനുശേഷമാണ് അതിനെപ്പറ്റി ചിന്തിക്കുക. മുകേഷ് രാജിവെക്കേണ്ട ആവശ്യമില്ല, നടൻ മുകേഷ്. അപ്പോൾ പിന്നെ പൊതുജനം പിന്നെ രാഹുലിനെതിരെ, അതുകൊണ്ട് രാഹുൽ രാജിവെക്കണം. അത് ശരിക്കും പറഞ്ഞാൽ MV ഗോവിന്ദൻ സംസാരിച്ചത് തികഞ്ഞ ഒരു പൊട്ടത്തരമാണെങ്കിൽ കൂടി ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാതിരിക്കുന്നതായിരുന്നു ഗോവിന്ദന് നല്ലത്. പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല. അദ്ദേഹം വീണ്ടും ഒരു മണ്ടത്തരം വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഏത് പാർട്ടിയാണെങ്കിലും, ഇപ്പോൾ LDF ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും രാജിവെക്കണം. കാരണം ഇതൊരു വാലിഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സമൂഹത്തിൽ പലരും വളരെ വലിയൊരു പ്രശ്നമായി കാണുന്ന ഒരു സംഭവമാണ്. കാരണം നമ്മളൊക്കെ മക്കൾക്ക്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ്, അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി ചെയ്യുന്ന സമയത്ത് ഇയാൾക്കെതിരെ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ നിയമവ്യവസ്ഥയിൽ ഒരു വിശ്വാസം ഉണ്ടാകുക. ഭാവിയിൽ പെൺകുട്ടികളുള്ള അച്ഛനമ്മമാരൊക്കെ പേടിച്ച് ജീവിക്കണ്ടേ? പിന്നെ ഇങ്ങനെ ഒരു വ്യക്തി രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരുത്താം, ഇതൊക്കെ ഓക്കെയാണ്, ആരും എന്നെ ശിക്ഷിക്കാനില്ല എന്നുള്ളൊരു ഇതല്ല അതിന്റെ അപ്പുറം ചെയ്യും. കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ ഇതെല്ലാം അതിന്റെ അപ്പുറം ചിലപ്പോൾ രാഹുൽ ചെയ്തുകൂടാനില്ല. അപ്പൊ ഈ നിയമവ്യവസ്ഥയിൽ ഒരു പേടി ഇവിടുത്തെ മന്ത്രിമാർക്കും എല്ലാവർക്കും വേണം. ഇങ്ങനെയുള്ള ഇപ്പോൾ നാൾ പാർലമെന്റിൽ ഒരു ബില്ല് റെഡിയായാലും 30 ദിവസം ജയിലിൽ കിടന്ന ആൾക്കാർക്ക് പിന്നെ നേതൃസ്ഥാനങ്ങളിൽ, ഇപ്പൊ നേതൃസ്ഥാനത്തിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനൊന്ന് പുറത്താക്കപ്പെടും എന്നുള്ളത്. ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ രാഷ്ട്രീയത്തിൽ. കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, അങ്ങനെ ഇവിടെ തൊട്ട് മോള് വരെയുള്ള സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒന്ന് കണ്ണടച്ചൊന്ന് ആലോചിച്ചറിയാം, ഉണ്ട്, എല്ലാ പാർട്ടികളിലും ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഉള്ളൊരു ബില്ല് തന്നെയാണത്. അപ്പൊ അത് ഈ സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ആ ഒരു ബില്ലിൽ കൂടെ വേണമെങ്കിൽ, ആ ബില്ലിലൂടെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ അഭിപ്രായം ഇതാണ്. അപ്പോൾ ഞാൻ രമേശ് ചെന്നിത്തലയോടും VD സതീശനോടും കെ മുരളീധരനോടും യോജിച്ചിരുന്നുകൊണ്ട് കോൺഗ്രസിനെ ഇപ്പോഴും ഞാൻ പൂർണ്ണമായി കോൺഗ്രസിനെ മറന്നിട്ടൊന്നുമില്ല. കോൺഗ്രസിനോട് ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് ആശയ വിയോജിപ്പുകളുണ്ട്. ഓക്കെ, പല കാര്യങ്ങളും വിയോജിപ്പുകളുണ്ട്. പക്ഷെ ഇന്നത്തെ വാർത്ത കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ ആ ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഊഷ്മളത, അതെനിക്കൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്. കോൺഗ്രസിന്റെ ചില പ്രോത്സാഹനം, എല്ലാവരെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. പലരും ആ പഴയ രീതിയിലുള്ള ആ ഗ്രൂപ്പ്, ആ വൃത്തികെട്ട ഇതാണ്. പലരെയും സംസാരം കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കുക ചെയ്യാം ചില കോൺഗ്രസ് നേതാക്കന്മാരെ. പക്ഷെ നമുക്കൊരു പ്രോമിസിങ് ആയിട്ടൊന്നും തോന്നാറുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് എനിക്ക് പറയാനുള്ളത് അതൊരു പോസിറ്റിവിറ്റിയാണ്. ഒരു നെഗറ്റിവിറ്റിയോട് കൂടി ഒരു പോസിറ്റിവിറ്റി, കോൺഗ്രസിന്റെ സ്റ്റേൺ ആയിട്ടുള്ള ആ ഒരു തീരുമാനം. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്ക് മുകളിൽ പോയി എന്ന് രാഹുലിന് ഒരു ചിന്തയുണ്ടെങ്കിൽ അതിനെ എന്താ പറയുക, ചുരുട്ടിക്കെട്ടുന്ന രീതിയിലുള്ള ഒരു തീരുമാനം തന്നെ കോൺഗ്രസ് നേതൃത്വം എടുക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ അഭിപ്രായത്തിൽ രാഹുൽ രാജിവെച്ചേ പറ്റൂ. അദ്ദേഹത്തിന് നിരപരാധിത്വം തെളിയിക്കട്ടെ. ഇപ്പോഴും ഞാൻ പറയുന്നു, അദ്ദേഹം വളരെ ഭീകരമായ കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്നാലൊരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തു കഴിഞ്ഞു. ഇപ്പോഴത്തെ അവസ്ഥയിൽ അദ്ദേഹം ഭാവി രാഷ്ട്രീയത്തിനും ഭാവിയിൽ നമുക്കും ഒരു ത്രട്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. സോ നിരപരാധിത്വം തെളിയിച്ചോട്ടെ. എനിക്ക് ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ എനിക്ക് അതിനകത്തൊന്നും പറയാനില്ല. പക്ഷേ ഇപ്പോൾ തീർച്ചയായും ഇങ്ങനൊരു വ്യക്തിക്കെതിരെ ഒരു നടപടി എടുത്തേ പറ്റൂ. അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കണം, നിയമത്തെ നേരിടണം, അന്വേഷണത്തിനെ നേരിടണം. പരാതികൾ എവിടെ എന്ന് ചോദിച്ച സ്ഥിതിക്ക്, പരാതികൾ ഒരുപാട് വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ രാഹുലിന് ഒരു രക്ഷയുമില്ല. അവിടെ കടിച്ചു തൂങ്ങി ഇരിക്കുന്നതിനേക്കാൾ നല്ലത് മാന്യമായി രാജിവെച്ച് ഒഴിയുന്നതാണ്. അതുവഴി യു ക്യാൻ സെറ്റ് എ സ്റ്റാൻഡേർഡ്. So that's it. Rahul Mangudathil, take care of yourself. Bye-bye.